Hi students. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്ക് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ്. സോ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ എന്ത് അനോമലസ് പ്രോപ്പർട്ടി ആണുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ഗ്രൂപ്പ് 1 and 2 and group 13 to 17 differs from other members of their respective group in their properties. This is known as anomalous properties of second period elements. അപ്പോൾ എന്താണ് പ്രത്യേകത? ഗ്രൂപ്പ് 1 2ന്റെ ഫസ്റ്റ് എലമെന്റ് ഗ്രൂപ്പ് 13 to 17ന്റെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് എലമെന്റ് ആ ഗ്രൂപ്പിലുള്ള മറ്റു മെമ്പേഴ്സുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഡ്യൂ ടു ദെയർ സ്മോൾ സൈസ്, ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആൻഡ് ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ്. ഇതൊക്കെ കൊണ്ടാണ് ഇവയുടെ പ്രോപ്പർട്ടീസിന്റെ വ്യത്യാസം ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ദിസ് ഇസ് സെക്കൻഡ് പീരീഡ് എലമെന്റ്. ആരൊക്കെയാണ്? ലിഥിയം ഉണ്ട്, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പോൾ ഇത്രയും ഈ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലെ ലിഥിയം, ബെറിലിയോ, അതുപോലെ 13 to 17 ഗ്രൂപ്പിലെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ശരിക്കും ഈ എലമെന്റ്സിന് അവരുടെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് അവരൊരു ഗ്രൂപ്പിൽ വന്നത്. പക്ഷേ സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് അവരുടെ ഫസ്റ്റ് എലമെന്റ്സിന് മറ്റ് ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ചില വ്യത്യാസങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസങ്ങൾ? ഒന്ന്, ഇവരുടെ ചാർജ് ടു മാസ് റേഷ്യോ ഇവർക്ക് കുറവായിരിക്കും. അതുപോലെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. ഇവരുടെ അറ്റോമിക് നമ്പർ കുറവാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2p ഓർബിറ്റൽസ് ഒക്കെ വരെ ഇവർക്കുള്ളൂ, അല്ലേ? ഡി ഓർബിറ്റൽസ് ഒന്നും വേക്കൻ്റ് ആയിട്ടില്ല. ഹയർ ഓർബിറ്റൽസ് ഒന്നും ഇല്ല ഇവയ്ക്ക്, അല്ലെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം കുറവാണ്. അതിനൊക്കെ അനുസരിച്ച് ഇവയുടെ പ്രോപ്പർട്ടീസിനും ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, സ്മോൾ സൈസ് ആണ്, ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഇനി ഏതൊക്കെയാണ് അനോമലസ് പ്രോപ്പർട്ടീസ്? ദേ ക്യാൻ ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് വിത്ത് ദംസെൽസ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ എലമെന്റ്സ് അവയുടെ തന്നെ സെയിം ആറ്റംസുമായിട്ട് ചേർന്ന് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതർ എലമെന്റ്സ് ഓഫ് സെക്കൻഡ് പീരീഡ്, കാർബൺ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, അതുപോലുള്ള സെക്കൻഡ് പീരീഡ് എലമെന്റ്സുമായിട്ട് ചേർന്ന് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ബോണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള മറ്റ് എലമെന്റ്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ അവർ തന്നെ കൂടിച്ചേർന്ന് ബോണ്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സുമായിട്ട് ഇവർ ബോണ്ട് ഫോം ചെയ്യുന്നു. ദെയർ മാക്സിമം കോവാലൻസി ഈസ് 4 due to absence of vacant d orbitals, but other elements of respective groups can expand their covalency beyond 4. അപ്പോൾ ഇവയുടെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, 4 കൂടുതൽ വാലൻസി ഇവയ്ക്കില്ല, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺസ് കൂടുതൽ കൊടുക്കാനോ വാങ്ങാനോ പങ്കുവെക്കാനോ ഇവയ്ക്ക് പറ്റില്ല. കാരണം എന്താണ്? ഇവയ്ക്ക് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. മറ്റ് എലമെന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അവയ്ക്ക് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട് അവയുടെ കോവാലൻസി 4നേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു റീസൺ കൊണ്ടാണ് അലുമിനിയം Al(F6(3)- ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ബോറോണിന് Bf6(3)- ഫോം ചെയ്യാൻ പറ്റാത്തത്. Bf4- ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അലുമിനിയത്തിന്റെ കേസിൽ അലുമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്, അല്ലേ? അപ്പോൾ 1s2 2s2 2p6 3s2 4 10 12 3p1. ദെൻ ഒരു 3d ഓർബിറ്റൽ കൂടി ഉണ്ട്, അത് പക്ഷേ ഇലക്ട്രോൺസ് ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അലുമിനിയത്തിന്റെ കേസിൽ. ഇനി ബോറോണിന്റെ കേസിൽ എങ്ങനെയാ? ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ 5 ആണ് അറ്റോമിക് നമ്പർ, അല്ലേ? അപ്പോൾ 1s2 2s2 2p1 വരെ ബോറോണിനുള്ളൂ, അല്ലേ? അപ്പോൾ സെക്കൻഡ് ഷെല്ലിന്റെ കേസിൽ ഇവർക്ക് ഡി ഓർബിറ്റൽസും ഇല്ല വേക്കൻ്റ് ആയിട്ട്. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് Bf4- ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അലുമിനിയം Al(F6(3)- ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ബോറോണിന്റെ കേസിൽ Bf4 ഫോം ചെയ്യാൻ പറ്റുള്ളൂ, Bf6 ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഒരു കോംപ്ലക്സ് ഫോം ചെയ്യാത്തതിന് കാരണം എന്താണ്? അവർക്ക് വേക്കൻ്റ് ആയിട്ട് ഡി ഓർബിറ്റൽസ് ഇല്ല. അലുമിനിയത്തിന്റെ കേസിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വേണമെങ്കിൽ ഈ ഒരു ഡി ഓർബിറ്റൽസ് കൂടി ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. ഓക്കെ, അതുകൊണ്ട് Al(F6(3)- ഫോം ചെയ്യാൻ പറ്റും, ബട്ട് ബോറോൺ cannot form this. അതിന് കാരണം എന്താണ്? ഇവര് ബോറോൺ, അലുമിനിയം സെയിം ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണെങ്കിലും അവരുടെ ക്യാരക്ടേഴ്സിന് വ്യത്യാസമുണ്ട്. ഓക്കെ, സിമിലർലി ഫോസ്ഫറസ് ഫോംസ് PCl5 while nitrogen cannot form NCl5. അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ഒക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ടവരാണെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഫോസ്ഫറസ് PCl5 ഫോം ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട് ഫോസ്ഫറസിനും. പക്ഷേ നൈട്രജന്റെ കേസിൽ ഫോസ്ഫറസിന്റെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഡി വരെ വരില്ല, പക്ഷേ
ഫോസ്ഫറസിന് ഇതുപോലെ തന്നെ 3D ഓർബിറ്റൽ ഉണ്ട്, അത് വേക്കന്റ് ആണ്. അപ്പോൾ ആ ഓർബിറ്റൽസ് കൂടി ബോണ്ടിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നൈട്രജന്റെ കേസിൽ അത് പറ്റില്ല. കാരണം നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണല്ലോ. 1s2 2s2 2p4 വരെ ആവുമ്പോഴേക്കും നൈട്രജൻ 2p വരെ ഉള്ളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതുകൊണ്ട് വേക്കന്റ് ഡി ഓർബിറ്റൽസ് നൈട്രജൻ ഇല്ല. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇത് ഈ ഒരു സെക്കൻഡ് പീരീഡിലുള്ള എലമെന്റ്സിന്റെ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന്റെ ആ ഒരു ഫാമിലിയിൽ ആദ്യത്തെ എലമെന്റ്സ് ആണ് ഈ പറയുന്ന എലമെന്റ്സ് എല്ലാവരും. ഇവർക്ക് എങ്ങനെയാണ് ആ ഗ്രൂപ്പിലുള്ള മറ്റ് എലമെന്റ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ലിഥിയത്തിനുണ്ട്, ബെറിലിയം ഉണ്ട്, അതുപോലെ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എല്ലാം അവയുടെ തൊട്ട് താഴത്തെ അവയുടെ ഗ്രൂപ്പിൽ പെട്ട മറ്റ് എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോണ്ടിങ്ങിലും ക്യാരക്ടേഴ്സിലും കുറച്ച് വ്യത്യാസമുണ്ട്. Next is diagonal relationship. Similarities in properties shown by diagonally placed elements of second and third periods in modern periodic table are called diagonal relationship. നമുക്കറിയാം ഒരു ഗ്രൂപ്പിലെ എലമെന്റ്സിന് അവയുടെ ക്യാരക്ടേഴ്സിന് സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സ് സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്സിലെ ഡയഗണലി പ്ലേസ്ഡ് എലമെന്റ്സ് തമ്മിൽ ഈ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് കാരണം അവയുടെ സിമിലർ അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോനെഗറ്റിവിറ്റി ഒക്കെ കൊണ്ടാണ്. എക്സാമ്പിൾ ലിഥിയം ഷോ സിമിലാരിറ്റീസ് വിത്ത് മഗ്നീഷ്യം, ബെറിലിയം വിത്ത് അലുമിനിയം, ബോറോൺ വിത്ത് സിലിക്കൺ. അപ്പോൾ ലിഥിയത്തിന് ആരുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത്? മഗ്നീഷ്യം. ലിഥിയോ മഗ്നീഷ്യമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത്. അതുപോലെ ബെറിലിയത്തിന് അലുമിനിയവുമായിട്ടാണ് സിമിലാരിറ്റി ഉള്ളത് ഡയഗണലി. ഇപ്പോൾ ബെറിലിയത്തിന്റെ ഇനി തൊട്ടടുത്ത് വരുന്നത് ഈ ഒരു 13 ഗ്രൂപ്പ് എലമെന്റ് ആണ്. സോ അതുപോലെ ബോറോൺ ഇനി ആർക്കാണ്? ബോറോണിന് സിലിക്കണുമായിട്ടാണ് ഈ ഒരു സിമിലാരിറ്റീസ്. അതായത് ഈ ഗ്രൂപ്പിലുള്ളവർ തമ്മിലുള്ളതിനേക്കാൾ ഇപ്പൊ ലിഥിയവും സോഡിയവും തമ്മിലുള്ള ആ ഒരു ക്യാരക്ടർ സിമിലാരിറ്റീസിനേക്കാൾ കൂടുതലായിരിക്കും ലിഥിയവും മഗ്നീഷ്യവും തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇവർ തമ്മിൽ ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ ബോറോണും സിലിക്കണും ഇതുപോലെ തന്നെയാണ്. അതുപോലെ ബെറിലിയവും അലുമിനിയവും ഇതുപോലെ തന്നെയാണ്. ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ് തൊട്ടടുത്തുള്ള ഗ്രൂപ്പിലെ എലമെന്റുമായിട്ട്, അല്ലെങ്കിൽ ഡയഗണലി അവർ തമ്മിൽ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഡയഗണലി വരയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് അവർ ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള ഗ്രൂപ്പിൽ ഡയഗണലി ഉള്ള എലമെന്റുമായിട്ട് ഇവർക്ക് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതാണ് ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇവിടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് കൂടുതൽ ആ ഗ്രൂപ്പിലുള്ളവരെക്കാളും കൂടുതൽ എന്താണ് റിലേഷൻഷിപ്പ് ഉള്ളത് ആരുമായിട്ടാണ്? തൊട്ടടുത്ത് ഡയഗണലി ഉള്ള എലമെന്റുമായിട്ടായിരിക്കും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്.